സുഹൃത്തുക്കളെ, 2024 ആനുകാലിക ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ വീഡിയോസായിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് ചെയ്യുന്നത്. ഇപ്പോൾ 2024 PSC ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും മുഴുവൻ ആനുകാലിക ചോദ്യങ്ങളും നമ്മൾ പരമാവധി ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോസ് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 2024 മാർച്ചിൽ പാകിസ്ഥാൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവ് ആരാണ്? 2024 മാർച്ചിൽ പാകിസ്ഥാൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവ് ആരാണ്? ഉത്തരം ആസിഫ് അലി സർദാരിയാണ്. ആസിഫ് അലി സർദാരിയാണ് 2024 മാർച്ചിൽ പാകിസ്ഥാൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവ്. രണ്ടാമത്തെ ചോദ്യം, തായ്വാൻ പ്രസിഡന്റായി 3-ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? തായ്വാൻ പ്രസിഡന്റായി 3-ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ലായ് ചിങ്തെ. ലായ് ചിങ്തെയാണ് തായ്വാൻ പ്രസിഡന്റായിട്ട് 3-ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. മൂന്നാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് സ്ഥാപിച്ച് ചരിത്രം കുറിച്ച ഇലോൺ മസ്കിൻ്റെ സ്ഥാപനം ഏതാണ്? 2024 ജനുവരിയിൽ മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് സ്ഥാപിച്ച് ചരിത്രം കുറിച്ച ഇലോൺ മസ്കിൻ്റെ സ്ഥാപനം ഏതാണ്? ഉത്തരം ന്യൂറ ലിങ്ക് കമ്പനിയാണ്. ന്യൂറ ലിങ്ക് കമ്പനിയാണ് 2024 ജനുവരിയിൽ മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് സ്ഥാപിച്ച് ചരിത്രം കുറിച്ച ഇലോൺ മസ്കിൻ്റെ സ്ഥാപനം. 2024 മാർച്ചിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് നേതാവ് ആരാണ്? 2024 മാർച്ചിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് നേതാവ് ആരാണ്? ഉത്തരം ഷഹബാസ് ഷെരീഫാണ്. ഷഹബാസ് ഷെരീഫാണ് 2024 മാർച്ചിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ്. അഞ്ചാമത്തെ ചോദ്യം, റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങുന്നതിൻ്റെ 2-ാം വാർഷികം ആചരിച്ച ദിവസം എന്നാണ്? റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയതിൻ്റെ 2-ാം വാർഷികം ആചരിച്ച ദിവസം എന്നാണ്? ഉത്തരം 2024 ഫെബ്രുവരി 24. 2024 ഫെബ്രുവരി 24 റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയതിൻ്റെ 2-ാം വാർഷികം ആചരിച്ച ദിവസം. ആറാമത്തെ ചോദ്യം, UAE അബുദാബിയിൽ നിർമ്മിച്ച BAPS ക്ഷേത്രം ഫെബ്രുവരി 14 ഉദ്ഘാടനം ചെയ്തതാര്? UAE അബുദാബിയിൽ നിർമ്മിച്ച BAPS ക്ഷേത്രം ഫെബ്രുവരി 14 ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. അപ്പം നരേന്ദ്രമോദിയാണ് UAE അബുദാബിയിൽ നിർമ്മിച്ച BAPS ക്ഷേത്രം ഫെബ്രുവരി 14 ഉദ്ഘാടനം ചെയ്തത്. ഏഴാമത്തെ ചോദ്യം, US നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമായ നാറ്റോയിൽ അംഗമായ 32-ാം രാജ്യം ഏതാണ്? US നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമായ നാറ്റോയിൽ അംഗമായ 32-ാം രാജ്യം ഏതാണ്? ഉത്തരം സ്വീഡൻ. അപ്പോൾ സ്വീഡനാണ് US നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമായ നാറ്റോയിൽ അംഗമായ 32-ാമത്തെ രാജ്യം. വടക്കൻ അയർലൻഡിൽ ഫസ്റ്റ് മിനിസ്റ്റർ പദവിയിലെത്തിയ ഷിൻ ഫെയിൻ പാർട്ടി നേതാവ് ആരാണ്? വടക്കൻ അയർലൻഡിൽ ഫസ്റ്റ് മിനിസ്റ്റർ പദവിയിലെത്തിയ ഷിൻ ഫെയിൻ പാർട്ടി നേതാവ് ആരാണ്? ഉത്തരം മിഷേൽ ഒനീലാണ്. മിഷേൽ ഒനീലാണ് വടക്കൻ അയർലൻഡിൽ ഫസ്റ്റ് മിനിസ്റ്റർ പദവിയിലെത്തിയ ഷിൻ ഫെയിൻ പാർട്ടി നേതാവ്. ഒമ്പതാമത്തെ ചോദ്യം, 2024 മുംബൈ വേദിയായ ലോകസുന്ദരി മത്സരത്തിൽ മിസ് വേൾഡ് കിരീടം നേടിയത് ആരാണ്? 2024 മുംബൈ വേദിയായ ലോകസുന്ദരി മത്സരത്തിൽ മിസ് വേൾഡ് കിരീടം നേടിയത് ആരാണ്? ഉത്തരം ക്രിസ്റ്റീന ഫിസ്കസ്ക. ക്രിസ്റ്റീന ഫിസ്കസ്കയാണ് 2024 മുംബൈ വേദിയായ ലോക സുന്ദരി മത്സരത്തിൽ മിസ് വേൾഡ് കിരീടം നേടിയത്. പത്താമത്തെ ചോദ്യം,
2024 ലോക സർക്കാർ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ്? 2024 ലോക സർക്കാർ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം UAE ആണ്. UAE ആണ് 2024 ലോക സർക്കാർ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം. 11ാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി 5ാം തവണയും അധികാരത്തിലെത്തിയ വനിത ആരാണ്? 2024 ജനുവരിയിൽ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി 5ാം തവണയും അധികാരത്തിലെത്തിയ വനിത ആരാണ്? ഉത്തരം ഷെയ്ഖ് ഹസീനയാണ്. ഷെയ്ഖ് ഹസീനയാണ് 2024 ജനുവരിയിൽ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി 5ാം തവണയും അധികാരത്തിലെത്തിയ വനിത. 12ാമത്തെ ചോദ്യം, 2024 കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2024 കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഉത്തരം അസർബൈജാനാണ്. അസർബൈജാനാണ് 2024 കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം. 13ാമത്തെ ചോദ്യം, ചൈനയുടെ പുതിയ പ്രതിരോധ മന്ത്രിയായ മുൻ നാവികസേനാ മേധാവി ആരാണ്? ചൈനയുടെ പുതിയ പ്രതിരോധ മന്ത്രിയായ മുൻ നാവികസേനാ മേധാവി ആരാണ്? ഉത്തരം ഡോങ് ജാൻ ആണ്. ഡോങ് ജാൻ ആണ് ചൈനയുടെ പുതിയ പ്രതിരോധ മന്ത്രിയായ മുൻ നാവികസേനാ മേധാവി. 14ാമത്തെ ചോദ്യം, ഡെൻമാർക്കിലെ മാർഗ്രറ്റ് രാജ്ഞി സ്ഥാനത്യാഗം ചെയ്തതോടെ രാജാവായി നിയമിതനായ വ്യക്തി ആരാണ്? ഡെൻമാർക്കിലെ മാർഗ്രറ്റ് രാജ്ഞി സ്ഥാനത്യാഗം ചെയ്തതോടെ രാജാവായി നിയമിതനായ വ്യക്തി ആരാണ്? ഉത്തരം ഫെഡറിക് പത്താമനാണ്. ഫെഡറിക് പത്താമനാണ് ഡെൻമാർക്കിലെ മാർഗ്രറ്റ് രാജ്ഞി സ്ഥാനത്യാഗം ചെയ്തതോടെ രാജാവായി നിയമിതനായ പുതിയ വ്യക്തി. അവസാനത്തെ ചോദ്യം, പാകിസ്ഥാനിൽ പ്രസിഡന്റിൻ്റെ പുത്രി എന്ന നിലയിൽ പ്രഥമ വനിത എന്ന ബഹുമതി നേടുന്ന ആദ്യ വനിത ആരാണ്? പാകിസ്ഥാനിൽ പ്രസിഡന്റിൻ്റെ പുത്രി എന്ന നിലയിൽ പ്രഥമ വനിത എന്ന ബഹുമതി നേടുന്ന ആദ്യ വനിത ആരാണ്? ഉത്തരം അസീഫ ഭൂട്ടോയാണ്. അസീഫ ഭൂട്ടോയാണ് പാകിസ്ഥാനിൽ പ്രസിഡന്റിൻ്റെ പുത്രി എന്ന നിലയിൽ പ്രഥമ വനിത എന്ന ബഹുമതി നേടുന്ന ആദ്യ വനിത.